നമസ്കാരം. ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ട്രേഡിലെ ഔട്ട്കം നമ്പർ 18 ലൈറ്റിംഗ്. ഇതിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ ഇൻറ്റീരിയർ. എന്തിനാണ് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇൻറ്റീരിയറിൽ ചെയ്യുന്നത്? ഓരോ വീട്ടുകാരുടെയും ജീവിതശൈലിയും താൽപ്പര്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പുതിയ കാല വീടുകൾ. ഈ മാറ്റങ്ങൾ ലൈറ്റിങ്ങിലും പ്രകടമാണ്. വായന, ആഘോഷം, പഠനം, പാചകം ഇങ്ങനെ ഓരോ ഇടവും ഹൈലൈറ്റ് ചെയ്യുക തുടങ്ങി ഓരോ ആവശ്യങ്ങൾക്കും അനുസൃതമായി വെളിച്ചം നമുക്ക് ക്രമീകരിക്കാം. ഓരോ സാഹചര്യങ്ങൾക്കൊത്ത് വീടിൻ്റെ ലുക്ക് മാറ്റാനും ഇതിലൂടെ സാധിക്കും. സാങ്കേതികമായി പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ നിറം, അളവ് ഇവയെല്ലാം ക്രമീകരിച്ച് ഒരു വിഷ്വൽ ഇഫക്റ്റ് നൽകുക എന്നതാണ് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ എന്താണ് ലൈറ്റ്, ലൈറ്റിംഗ് എന്താണ്, വെളിച്ചം എന്താണ്, വെളിച്ച ക്രമീകരണം എങ്ങനെയാണ്, നാച്ചുറൽ ലൈറ്റ് പ്രകൃതി നൽകുന്ന വെളിച്ചം, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, മാൻമെയ്ഡ് ലൈറ്റ് ഇവയുടെ പ്രിൻസിപ്പിൾസ്, ബെനിഫിറ്റ്സ് എല്ലാം പഠിച്ചു. തുടർന്ന് ഈ പാഠഭാഗത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. വൈ ഗുഡ് ലൈറ്റിംഗ് ഡിസൈൻ ഇമ്പോർട്ടൻറ്റ്? ഒരു ലൈറ്റിംഗ് ഡിസൈൻ എന്തിനാണ് നാം തയ്യാറാക്കുന്നത്? വാട്ട് ഈസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലൈറ്റ്? എന്താണ് ഡയറക്റ്റ് ലൈറ്റ് എന്നും എന്താണ് ഇൻഡയറക്റ്റ് ലൈറ്റ് എന്നും പഠിക്കാം. ലൈറ്റിംഗ് ഏതെല്ലാം തരം? മെത്തേഡ്സ് ഓഫ് ലൈറ്റിംഗ്, ഏതെല്ലാം മെത്തേഡിൽ നമുക്ക് ലൈറ്റിംഗ് ചെയ്യാം എന്നും വിശദമായി നോക്കാം. വൈ ഗുഡ് ലൈറ്റിംഗ് ഡിസൈൻ ഇമ്പോർട്ടൻറ്റ്? വിസിബിലിറ്റി, ടാസ്ക് അച്ചീവ്മെൻറ്റ്, മൂഡ് ക്രിയേഷൻ, വിഷ്വൽ കംഫർട്ട്, സേഫ്റ്റി ഇവയാണ് 5 പ്രധാനമായ കാര്യങ്ങൾ. ഇവ ഓരോന്നായി നോക്കാം. വിസിബിലിറ്റി. വാച്ച് മേക്കേഴ്സ്, സർജൻസ്, ടൈലേഴ്സ് ഇവരെല്ലാം ഹൈലി ഇലുമിനേറ്റഡ് ടാസ്ക് ചെയ്യുന്നവരാണ്. ഇവിടെയെല്ലാം ലൈറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ ശ്രദ്ധയോടെ സജ്ജീകരിക്കേണ്ട ഇടങ്ങളാണ് ഇവിടെയെല്ലാം. വ്യക്തമായ കാഴ്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടാസ്ക്. ഹൈപ്പർ മാർക്കറ്റ്, സ്റ്റോർ, ഷോപ്പ് ഇവിടെയെല്ലാം ഓരോ ടാസ്കുകൾ നടക്കുന്നു. ഓരോ ഇടത്തിനും അനുയോജ്യമായ രീതിയിൽ ലൈറ്റ് സജ്ജീകരണം വേണം. എങ്കിൽ മാത്രമേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയുടെ ഫുൾ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ എല്ലാ ഡിസ്പ്ലേ ഐറ്റംസും കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയിൽ എളുപ്പത്തിൽ എത്തിക്കുക എന്നതാണ് ടാസ്ക്. മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ലൈറ്റ് ക്യാൻ ക്രിയേറ്റ് റിലാക്സിംഗ് ആംബിയൻസ് ആൻഡ് ഹൈലൈറ്റ് എ റൂം എലമെൻറ്റ്. സോ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് as they create a lingering feeling for customers. ഓരോ ഇടങ്ങളെയും ഹൈലൈറ്റ് ചെയ്യുന്നതിനും സ്വഭാവത്തിനും ധർമ്മത്തിനുമനുസരിച്ച് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ലൈറ്റിങ്ങിന് സാധിക്കുന്നു. ഇതിനായി നല്ല രീതിയിൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഇടങ്ങളിൽ ആവശ്യമാണ്. വിഷ്വൽ കംഫർട്ട്. എ വർക്ക് സ്പേസ് വിത്ത് ഈവൻ ഓർ ഡിഫ്യൂസ് ലൈറ്റിംഗ് വിൽ ബി മോർ കംഫർട്ടബിൾ ദാൻ സഡൻ ബ്രൈറ്റ്നസ് ഓർ ഡാർക്ക്നെസ് ചേഞ്ച്. ഒരു പ്രവൃത്തി ചെയ്യുന്നിടം, ഡ്രോയിങ് ഹാൾ ഓർ ടൈലർ ഷോപ്പ്, അവിടെ തീവ്രതയേറിയ ലൈറ്റുകളെക്കാളും തീവ്രത കുറഞ്ഞ ലൈറ്റുകളെക്കാളും എപ്പോഴും നല്ലത് ഈവനായിട്ടുള്ള ഡിഫ്യൂസ് ലൈറ്റിംഗ് ആണ്. കണ്ണിന് ഇമ്പമുള്ളത് എന്നാണ് അർത്ഥമാകുന്നത്. സേഫ്റ്റി. ഓൾ പബ്ലിക് പ്ലേസസ് ആൻഡ് ബിൽഡിംഗ് ഫ്ലോർസ് ഷുഡ് ഹാവ് ഗുഡ് ഡയറക്ഷൻ ഫോർ പാസേജ് ഓർ ഫോർ എസ്കേപ്പ്. എല്ലാ പൊതു ഇടങ്ങളിലും എവിടെയും എപ്പോഴും സേഫായി എത്തുന്നതിന് നല്ല ലൈറ്റിംഗ് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം വ്യക്തമായി കാണുന്നതിനും പ്രവർത്തികൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നതിനും മാനസിക ഉന്മേഷം പ്രദാനം ചെയ്യുന്നതിനും കണ്ണിന് ഇമ്പമാർന്ന രീതിയിൽ കാഴ്ച പ്രദാനം ചെയ്യുന്നതിനും സുരക്ഷയ്ക്കും എല്ലാം ഒരു നല്ല ലൈറ്റിംഗ് ഡിസൈൻ പ്രാധാന്യമർഹിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഡയറക്റ്റ് ലൈറ്റ്? ഡയറക്റ്റ് ലൈറ്റ് ഈസ് വെൻ the light from a fixture or lamp falls on a specific area or an object. ഡയറക്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലോ ഒരു പ്രത്യേക സ്ഥലം
അല്ലെങ്കിൽ ഏരിയ ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റായി കൊടുക്കുന്ന ലൈറ്റിംഗ് ആണ്. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ ഒരു ചാൻലിയർ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ റൂമിൻ്റെ എൻട്രൻസിൽ പ്രകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം അറേഞ്ച്മെൻ്റാണ് ഡയറക്റ്റ് ലൈറ്റിംഗ്. സ്പോട്ട് ലൈറ്റ്സ് ഇതുപോലെ സജ്ജീകരിക്കാവുന്നതാണ്. ഇത് ആംഗിളിൽ അറേഞ്ച് ചെയ്ത് സ്പെസിഫിക് ഒബ്ജക്റ്റ് ഇലുമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ലൈറ്റിംഗ്. സ്പെസിഫിക് ഏരിയ ഓർ ടാസ്കിൽ സ്ട്രോങ് ഇലുമിനേഷൻ പ്രൊവൈഡ് ചെയ്യാനായി ഡയറക്റ്റ് ലൈറ്റിങ്ങിന് സാധിക്കും. ക്രിയേറ്റ് ഷാർപ്പ് ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ്. ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം പോലെ നിഴലിനും ഇതിൽ പ്രാധാന്യമുണ്ട്. ഡയറക്റ്റ് ലൈറ്റിന് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാനും ഇടങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ലൈറ്റ് സോഴ്സസ് ഇലുമിനേറ്റ് ബിലോ ദ ഹൊറൈസൺ സർഫസ് ഓഫ് ലൂമിനറി ഓർ ഫിക്സ്ചർ. ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ ലൂമിനറിക്ക് താഴെയാണ് പ്രകാശം ലഭിക്കുക. എഫിഷ്യൻസി ഓഫ് ദി ഡയറക്റ്റ് ലൈറ്റിംഗ് ഈസ് 80 to 90%. ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ നമുക്ക് 80 to 90% എഫിഷ്യൻസി ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ നിന്നും കിട്ടുന്നു. വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്? ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഇലുമിനേറ്റ് എ വൈഡർ ഏരിയ. വൈഡ് ഏരിയയിൽ പ്രകാശം ലഭ്യമാക്കാൻ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. എ ലൈറ്റ് സോഴ്സ് ഹൂസ് ലൈറ്റ് ഓൾസോ ഇലുമിനേറ്റ് അതർ ഒബ്ജക്ട്സ് ഇൻ എ റൂം വിത്ത് ആൻ ഈവൻ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് ലൈറ്റ് സോഴ്സ്. ഇത്തരം അറേഞ്ച്മെൻറ്റിൽ ഈ ലൈറ്റ് സോഴ്സ് കൊണ്ട് ആ റൂമിലെ മറ്റ് വസ്തുക്കളിലേക്കും നമുക്ക് പ്രകാശം കൊണ്ടുവരാം, ഈവൻ ഡിസ്ട്രിബ്യൂഷനിൽ കൂടി. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സംടൈംസ് കോൾഡ് അപ്പ് ലൈറ്റിംഗ്. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് മിനിമൈസ് ഷാഡോസ് ആൻഡ് റിഫ്ലക്റ്റഡ് ഗ്ലെയർ. ഷാഡോസ് കുറയ്ക്കുന്നതിനും ഗ്ലെയർ കൂട്ടുന്നതിനും ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് സാധിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഇലുമിനേഷൻ ടു ദി സറൗണ്ടിങ് ഏരിയ. ചുറ്റുപാടും പ്രകാശഭരിതമാക്കാനായി ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് സാധിക്കുന്നു. ഹെൽപ്സ് പ്രിവെൻറ്റ് എക്സസീവ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്. കൂടുതലായി വരുന്ന പ്രകാശത്തെ ചുറ്റുപാടുകളിലേക്ക് വിന്യസിപ്പിക്കാനും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് കൊണ്ട് സാധിക്കുന്നു. ദ ലൈറ്റ് സോഴ്സസ് ഇലുമിനേറ്റ് എബവ് ദ ഹൊറിസൺ സർഫസ് ഓഫ് ദി ലൂമിനറി ഓർ ഫിക്സ്ചർ. ലൈറ്റ് ഫിറ്റിംഗ്സിന് മുകളിലേക്കായിരിക്കും ഇത്തരം ലൈറ്റിങ്ങിൽ ലൈറ്റ് പ്രകാശം എത്തിക്കുന്നത്. ഈ ചിത്രത്തിൽ പരിശോധിക്കാം. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സെമി ഡയറക്റ്റ്, സെമി ഇൻഡയറക്റ്റ്, ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ്. ലൂമിനറിയിൽ നിന്നും ഓരോ ഭാഗത്തേക്കും ലൈറ്റിംഗ് എങ്ങനെ എത്തുന്നു എന്നത് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ ലൂമിനറിക്ക് താഴേക്കാണ് പ്രകാശം വരുന്നത്. ഇൻഡയറക്റ്റിൽ മുകളിലേക്ക്. സെമി ഡയറക്റ്റിൽ പകുതി താഴേക്കും പകുതി മുകളിലേക്കും. സെമി ഇൻഡയറക്റ്റിൽ കൂടുതൽ വെളിച്ചം മുകളിലേക്കും കുറച്ച് വെളിച്ചം താഴേക്കും. ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ് ഒരു ലൂമിനറിക്ക് ചുറ്റിലുമായിരിക്കും നമുക്ക് പ്രകാശം കിട്ടുന്നത്. ടൈപ്സ് ഓഫ് ലൈറ്റിംഗ്. ജനറൽ ഓർ ആംബിയൻറ്റ് ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിംഗ്, ആക്സൺ ലൈറ്റിംഗ്. ഇവ ഓരോന്നായി പരിശോധിക്കാം. ആംബിയൻറ്റ് ലൈറ്റിംഗ്. Ambient light is also known as general lighting. It is the most common type of artificial lighting. Ambient lightനെ general light എന്നും പറയും. ഇത് artificial light ആണ്. Ambient lighting provides an area with overall illumination. ഇത്തരം ലൈറ്റിംഗ് ആ റൂം മൊത്തമായി ലൈറ്റ് നൽകുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഷാഡോസ് ഉണ്ടാകാത്ത രീതിയിൽ ലൈറ്റിംഗ് ചെയ്യാനും സാധിക്കും. വാൾ ലൈറ്റ് ആൻഡ് ചാൻലിയേഴ്സ് ഇതിനുതകുന്ന ലൈറ്റാണ്. ലിവിംഗ് റൂംസിൽ ആംബിയൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഒരു ചിത്രത്തിലുള്ളത്. ഷോപ്പ്, കാറ് ഈ ഇടങ്ങളിലെല്ലാം ആംബിയൻ ലൈറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആംബിയൻ ഓർ ജനറൽ ലൈറ്റ്. ജനറൽ ഇലൂമിനേഷന് വേണ്ടിയാണ് ഒരു ബേസിക് ലാമ്പിൽ നിന്നോ ഒരു സീലിംഗ് ലൈറ്റിൽ നിന്നോ നമുക്ക് ജനറൽ ലൈറ്റിംഗ് കൊണ്ടുവരാനായി സാധിക്കുന്നു. ടാസ്ക് ലൈറ്റിംഗ്. ഇറ്റ് ഈസ് എ ലൈറ്റിംഗ് that is used to help you
പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇത്തരം ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് സാധിക്കുന്നു. സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനും സാധിക്കും. ടാസ്ക് ലൈറ്റിങ്ങിൽ മെയിൻലി functional and usually the most concentrated light for the purpose of reading or inspection of material, table lamp, etc. Accent lighting. It is a directional light that highlights a specific object. ഇത്തരം ലൈറ്റ് ഒരു പ്രത്യേക വസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഉതകുന്നതാണ്. ഈ അറേഞ്ച്മെൻറ്റിൽ ഒരു വസ്തുവിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഉദാഹരണത്തിന് വാൾ പെയിൻറ്റിങ്സ്, വാൾ ഫിനിഷസ്, ഫർണിച്ചേഴ്സ്, എക്സെട്ര. ഇങ്ങനെ ഓരോ വ്യത്യസ്ത ഇൻറ്റീരിയർ ഫർണിഷിങ്സ് ആൻഡ് അക്സസറീസിനെ ഹൈലൈറ്റ് ചെയ്ത് ആ റൂമിൽ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ ഇത്തരം ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് സാധിക്കുന്നു. ഈ ചിത്രം നോക്കിയാൽ ഹൈലൈറ്റിംഗ് ദ വാൾ ഫിനിഷസ്, ലൈറ്റ് പെയിൻറ്റിങ്ങിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും ഒരു ഫർണിച്ചറിൻ്റെ ഡിസൈനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും ആക്സെൻറ്റ് ലൈറ്റിങ്ങിൻ്റെ ഉദാഹരണമായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്റ്റെയർ, ഒരു സ്റ്റെപ്പിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഒരു ഷോ പീസിനെ, ഒരു പിക്ചറിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. മെത്തേഡ്സ് ഓഫ് ലൈറ്റിംഗ്. വാലൻസ് ലൈറ്റിംഗ്, കോർണിസ് ലൈറ്റിംഗ്, കോവ് ലൈറ്റിംഗ്, ട്രാക്ക് ലൈറ്റിംഗ്, സോഫിറ്റ് ലൈറ്റിംഗ് ഇവയാണ് നമുക്ക് ലൈറ്റിങ്ങിൻ്റെ മെത്തേഡ്സിൽ പറയാൻ സാധിക്കുന്നത്. വാലൻസ് ലൈറ്റിംഗ്, എ മെത്തേഡ് ഓഫ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ബൈ കൺസീലിംഗ് ദ ഫിക്സ്ചർ ബിഹൈൻഡ് എ സസ്പെൻഡഡ് വാലൻസ് whereby the light can be directed upward or downward. ഇതൊരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് മെത്തേഡാണ്. വാലൻസ് ബോർഡിന് പിന്നിൽ ലൈറ്റ് ഫിക്സ്ചർ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്വേർഡ് ലൈറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. കോർണിസ് ലൈറ്റിംഗ്, ലൈറ്റിംഗ് ഫ്രം സോഴ്സസ് വിച്ച് ആർ ഷീൽഡഡ് ബൈ എ പാനൽ പാരലൽ ടു ദി വാൾ ആൻഡ് അറ്റാച്ച്ഡ് ടു ദി സീലിംഗ്. ഇത്തരം മെത്തേഡിൽ എല്ലാ ലൈറ്റ് സോഴ്സ് കാണേണ്ട, വെളിച്ചം മാത്രം കണ്ടാൽ മതി എന്ന അർത്ഥത്തിൽ നാം ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോവ് ലൈറ്റിംഗ്, ഇറ്റ് ഈസ് ഫോം ഓഫ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ബിൽറ്റ് ഇൻ ടു ദി ലെഡ്ജസ്, റിസസ് ഓർ വാലൻസസ് ഇൻ എ സീലിംഗ് ഓർ ഹൈ ഓൺ ദി വാൾ ഓഫ് എ റൂം. ഇത് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്, ഡയറക്റ്റഡ് ടുവേർഡ്സ് സീലിംഗ്. സീലിംഗിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് മെത്തേഡാണ് കോവ് ലൈറ്റിംഗ്. ട്രാക്ക് ലൈറ്റ്സ്. Track lighting is a method of lighting where light fixtures are attached anywhere on a continuous track device which contains electrical conductors. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ലൈറ്റ് ഫിക്സ്ചേഴ്സ് കണ്ടിന്യൂസ് ആയി ഒരു ഡിവൈസിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോഫിറ്റ് ലൈറ്റിംഗ്. എ സോഫിറ്റ് is the underside of a roof, ceiling, beam or arch or eave. These lights are either be mounted into the ceiling. റൂഫിൻ്റെയോ സീലിംഗ് ഓർ ബീം ഓർ ആർച്ചിൻ്റെയോ അടിഭാഗത്തായി ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. വാൾ ലൈറ്റ് ആൻഡ് വാൾ വാഷിംഗ്. എ വാൾ ലൈറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈറ്റ് ഫിക്സ്ചർ ദാറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദി വാൾ. ദേ ക്യാൻ പ്രൊവൈഡ് ജനറൽ റൂം ലൈറ്റിംഗ്. വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഒരു റൂമിൽ ജനറൽ ലൈറ്റിങ്ങിനായി നമുക്ക് വാൾ ലൈറ്റിംഗ് ചെയ്യാവുന്നതാണ്. വാൾ വാഷിംഗ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ലൈറ്റ് ഫ്ലാറ്റ് വാൾ. ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഫ്രം ഫ്ലോർ ടു സീലിംഗ്. ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായി ഇത്തരം ലൈറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓരോ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ഏത് ഹൈറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാൾ ലൈറ്റ് ഏകദേശം 180 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഫിക്സ് ചെയ്യാനും പെൻഡൻറ്റ് ലൈറ്റ് 120 സെൻറ്റിമീറ്ററിൽ ഫിക്സ് ചെയ്യുന്നതിനും സ്റ്റാൻഡ് ലൈറ്റ് 100 to 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലും സീലിംഗ് ലൈറ്റ് സീലിംഗിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. റിസസ്ഡ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്
ഇൻഡയറക്റ്റ് ലൈറ്റ് എല്ലാം എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂമിനറീസ്. ലൂമിനറീസ് അല്ലെങ്കിൽ ലൈറ്റ് എവിടെ എങ്ങനെ കൊടുക്കാം എന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റിസസ്ഡ് സീലിംഗ് ലൂമിനറി സീലിംഗിൽ ഫിക്സ് ചെയ്യുന്നു. സസ്പെൻഡഡ് സീലിംഗിൽ ഫിറ്റ് ചെയ്യുന്ന ലൂമിനറീസ്. ട്രാക്ക് സീലിംഗ്, ട്രാക്ക് ലൈറ്റ് സീലിംഗിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. വാൾ ലൂമിനറി വാളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. പോർട്ടബിൾ ലൂമിനറീസ് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പോർട്ടബിൾ ലൂമിനറീസ് ഉണ്ട്. പോൾ മൗണ്ടഡ്, ഗാർഡനിലെല്ലാം ഫിറ്റ് ചെയ്യുന്ന പോൾ മൗണ്ടഡ് ലൂമിനറീസ് ഉണ്ട്. ലൂമൻ, എ മെഷർമെൻറ്റ് ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ എ ലാമ്പ്. ഒരു ലാമ്പിൽ നിന്നും വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തെയാണ് ലൂമൻ എന്ന് പറയുന്നത്. ഒരു ലാമ്പിൽ നിന്നും വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ആണ് ലൂമൻ. ലക്സ്, ലക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലൂമിനേഷൻ. ലക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലൂമിനേഷൻ. 1 ലക്സ് ഈസ് ഈക്വൽ ടു 1 ലൂമൻ പെർ സ്ക്വയർ മീറ്റർ. ഈ പാഠഭാഗത്ത് എന്തെല്ലാം പഠിച്ചു എന്ന് നോക്കാം. വെളിച്ച ക്രമീകരണം, ആവശ്യം, പ്രാധാന്യം, ഡയറക്റ്റ് ലൈറ്റ്, ഇൻഡയറക്റ്റ് ലൈറ്റ്, ടൈപ്സ് ഓഫ് ലൈറ്റ്, ജനറൽ, ടാസ്ക്, ആക്ഷൻ ലൈറ്റിംഗ്, മെത്തേഡ് ഓഫ് ലൈറ്റിംഗ്, വാലൻസ്, കോവ്, കോർണിസ്, സോഫിറ്റ്, ട്രാക്ക്, എക്സെട്ര. ഈ ഔട്ട്കമ്മിലെ അടുത്ത ടോപ്പിക് വെറൈറ്റി ഓഫ് ലാംപ്സ്.